അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെതിരെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. 2007 ജൂലൈ മുതൽ 2016 ജനുവരി 26 മെയ് വരെയുള്ള കാലഘട്ടത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് കേസ്. നേരത്തെ വിജിലൻസും കേസെടുത്തിരുന്നു. കെ ബാബുവിന്റെ 25.8 ലക്ഷം രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, ഈ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നു എന്ന് പറയുന്ന കാലഘട്ടം തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. എക്സൈസ് മന്ത്രിയായി കെ ബാബു പ്രവർത്തിക്കുന്ന സമയം, ആ സമയത്ത് ആണ് വലിയ തോതിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രവുമല്ല, ബാർ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ബാബുവിനെതിരെ വാർത്തകളൊക്കെ നിരവധി വാർത്തകൾ വന്നതാണ്. എന്താണ് ഇഡിയുടെ കുറ്റപത്രം പറയുന്നത്? നേരത്തെ വിജിലൻസിന്റെ കണ്ടെത്തലുകളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും മുന്നോട്ട് പോയത്. വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തി സമ്പാദിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് 25,82,000 രൂപയുടെ സ്വത്തുക്കളാണ് കെ ബാബു 2017 ജൂലൈ മുതൽ 2007 ജൂലൈ മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ സമ്പാദിച്ചത്. 9 വർഷത്തിനുള്ളിൽ വലിയ തോതിൽ, അതായത് നിലവിൽ MLA എന്ന നിലയിൽ ഒപ്പം തന്നെ മന്ത്രി എന്ന നിലയിലുമെല്ലാം ആ കാലഘട്ടത്തിൽ സമ്പാദിക്കാവുന്ന വരുമാനത്തിന്റെ വലിയ വർധനവാണ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. നേരത്തെ 100 കോടിയോളം രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു എന്നത് നിലയ്ക്കായിരുന്നു ആദ്യം അന്വേഷണം ആരംഭിച്ചിരുന്നത്. വിജിലൻസ് അത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ അന്വേഷണത്തിന് ശേഷം അന്വേഷണ സംഘം 26 ലക്ഷത്തോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനമാണ് കണ്ടെത്തിയത്. ഇതിന്റെ ചൂടുപിടിച്ച് തന്നെയായിരുന്നു പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത്. തുടർന്ന് അന്വേഷണ സംഘം 26 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുവകകൾ കെ ബാബുവിന്റേതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തു. നിരവധി തവണ അന്വേഷണ സംഘം കെ ബാബുവിന്റെ മൊഴി എടുത്തിരുന്നു. 2020 ഇത്തരത്തിൽ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി. അനുബന്ധമായ നിരവധി തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിരുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം കെ ബാബുവിനെതിരെ സമർപ്പിച്ചിട്ടുള്ളത്. ശരി, ജിജീഷാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെതിരെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്.